എന്തിനായിരുന്നടാ നീ എന്നെ ചതിച്ചത്? എടാ 5 വർഷം കൊണ്ട് നീ കായ്ക്കുമെന്നും പറഞ്ഞ് കൃഷിഭവനിൽ നിന്ന് 5 രൂപ കൊടുത്തിട്ട് തന്ന തയ്യാടാ നീ. 15 വർഷമായിട്ട് നിന്നെ വളർത്തിയടാ പൊന്നെ. ഒരു കരിക്കിടാൻ വേണ്ടിയടാ ഞാൻ ഈ കിലോമീറ്റർ താണ്ടി നിന്റെ മേഖലയിൽ നിന്റെ നെഞ്ചത്ത് വന്നിരിക്കണത്. നിന്റെ തലച്ചോട്ടിൽ നിന്ന് ഒരു കരിക്കിടാൻ പോയിട്ട് ഒന്നുമില്ലല്ലോ. ആ പട്ടി, നീ ഇത്രയും വർഷം വളർത്തിയത് വെറുതെ അല്ല കേട്ടോ. ഹലോ, മനസ്സിലായത്? ചേട്ടനതിന് ഇവിടെ കയറുന്ന കരയണത്? അല്ല, നമ്മൾ താഴേന്ന് വന്നവനാടാ ഉവേ. താഴേന്ന് വന്ന് നമ്മൾ എന്റെ തയ്യയുടെ മേളിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുക. ചേട്ടൻ താഴേന്നല്ലേ വന്നത്? താഴെ തന്നെയാണ് നിക്കണത്. ആര്? ചേട്ടൻ താഴത്തേക്ക് നോക്ക്. ഞാനാ ഇത്രയും വളർത്തിയ വല്ലാക്കി എന്റെ തയ്യ കണ്ടാ? അതെ, ഇവൻ വളർന്നില്ല ഇതുവരെ. ഇങ്ങോട്ട് വാ. പണ്ടാരടാ 5 വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് പറഞ്ഞ് എനിക്ക് കൃഷിഭവനിൽ നിന്ന് തന്ന. അത് വളരട്ടെ. ഇത് വളരെ 15 വർഷമായിരുന്നു. അത് ഇതായിരിക്കൂല, ആ തെങ്ങായിരിക്കുള്ളൂ. അല്ല, എന്റെ പൊന്നാണ്, എനിക്ക് കരിക്ക് തന്നില്ല. എന്താ ഇവിടെ ഇരിക്കണ? ഞാൻ കൊണ്ട വീട്ടുകാരാ അടിച്ചിട്ടുണ്ട് ഞാൻ. അത് മനസ്സിലായി. വേണേ വീട്ടിൽ കൊണ്ട് വിട്ടുതരാന്ന്. നീയാ എന്റെ വീട്ടിലാ? പോടാ പോടാ കേട്ടാ. സുദർശനന് വന്ന വഴി പോകാൻ അറിയാൻ വീട്ടിൽ ആരും ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്നാ അവിടെ കിടന്നു. എനിക്കറിയാം കേട്ടാ. ഓഹോ, സുദർശനാ അവൻ എന്നാ വീട്ടിൽ കൊണ്ടാക്കുന്നു. അവൻ എന്നാ ചെന്തങ്ങു കുലച്ച പോലെ, ചെന്താരം തളിർത്ത പോലൊരു പെണ്ണ്. എന്റെ പൊന്നെ, നീ എടി ഒരു കരിക്ക് തന്ന എനിക്ക്. നീ എന്താ പൊന്നെ കരിക്ക് തരാത്ത? എന്തായത്? എന്തോ? ഞാൻ പരിചയമുള്ള ഒരാളാണ് നിങ്ങൾ. അല്ല, നമ്മൾ തമ്മിൽ ക്ലാസ്മേറ്റ് അല്ല, പക്ഷെ ബാർമേറ്റാ. സുഹൃത്തെ, ഞാനിവിടെ അടിച്ചിട്ട് ഞാനിവിടെ എന്റെ തെങ്ങിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ്? പ്രിയ സഹോദര, മദ്യപാനം എന്ന് പറയണത് നമുക്ക് കുടിക്കാം, പക്ഷെ നമ്മളെ കുടിക്കരുത്. മദ്യപാനം കൊണ്ടൊരു കുടുംബം നശിയും. നമ്മളെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, നമ്മുടെ ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവർ നമ്മളെയും കാത്തിരിക്കണാണ്. നമ്മൾ വഴി കിടന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കല്ലേ സങ്കടം. അല്ല, അതിൽ കുഴപ്പമില്ല. എനിക്കറിയാം എന്റെ വീട്ടിൽ എന്ത് വേണം നിങ്ങൾക്ക്? ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ വീട്ടിൽ പോകാൻ അറിയാന്നാ പറഞ്ഞത്. അറിയാ പോരാ, എന്റെ വണ്ടിക്കകത്ത് കയറും. ഞാൻ ഇങ്ങനെ കൊണ്ടാക്കും. നിങ്ങൾ എന്നെ വണ്ടിക്കകത്ത് കയറും. ആണോ? വണ്ടി കയറും, നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കും. നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി കിടന്നു. പിന്നെ അങ്ങനെ എന്നാ പിന്നെ അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഫിറ്റൊന്നുമല്ല. എനിക്കറിയാം, അതിലൊന്നും കുഴപ്പമില്ല. ആണുങ്ങളാകുമ്പോ ഫിറ്റാവും. പിന്നെ ചിലര് ഹിറ്റാവും, നമ്മ ഫിറ്റല്ല, ചിലര് ഫിറ്റാവും. വീഴത്തെ വീഴത്തെ വീഴരുത്. ഇവിടം വരെ ഞാൻ എത്തിച്ചതാ. ഇല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചീത്തപ്പേരുണ്ടാക്കരുത്, മറക്കരുത് കേട്ടോ. എന്നെ മറക്കരുത്, ഓർമ്മ ഉണ്ടാവണം. ഈ ഉമ്മ ഭാര്യ കൊടുത്താൽ എന്നാ സന്തോഷമുണ്ട്. നമ്മളങ്ങനെ അല്ല, എന്നെ പോലെ ഒരാള് നിങ്ങളെ വഴിയെന്ന് കണ്ടെത്തി ഉപേക്ഷിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടാക്കിയത്. ഇപ്പം നിങ്ങളുടെ വീടായി, നിങ്ങൾ പോരുത്, പുറത്തു പോരുത്. ഇല്ല നമ്മൾ നമ്മുടെ കുടുംബം എപ്പോഴും കീപ്പ് ചെയ്യണം. കുടുംബം മറന്ന് തലമറന്ന് എണ്ണ തേക്കരുതെന്ന് പറഞ്ഞ പോലെ കുടുംബം മറന്ന് നമ്മളൊന്നും ചെയ്യരുത്. പറ്റിപ്പോയി, ഇനി ഇല്ല, ചെയ്യരുത്. ഇല്ലെന്ന് പറഞ്ഞ ഇല്ല. ഇനി ചെയ്താൽ സഹായിക്കാൻ ഞാൻ ഉണ്ടാവില്ല. വാ, വീഴരുത്. വീഴരുതെന്നും എന്റെ പൊന്നെ, ഞാൻ ഉദ്ദേശിക്കണോ? വീഴരുതെന്ന് പറഞ്ഞില്ല. ഞാൻ വൈഫിന് കൊടുക്കണം. ഞാൻ കൊടുക്കും. കുടുംബമാണ് നമ്മുടെ സ്വർഗം. അതിനാ ഞാൻ കുടുംബം മറന്നു നമ്മളൊന്നും ചെയ്യരുത്. ഞാൻ കുടിച്ച് ഇച്ചിരി ഓവറായിരുന്നു. ഇനി ആകരുത് കേട്ടാ. ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതൊരു ക്ലാസ്മേറ്റിന് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണിത്. ഓക്കെ, നാളെ ബാറി വെച്ച് കാണാം. ബെഞ്ചില്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കാണൂല. ഞാനിക്കോട്ടെ. ഓക്കെ, ഞാനിക്കോട്ടെ. ഇത് ഞാൻ വൈഫിന് കൊടുക്കും. കൊടുത്തോ ഏട്ടാ, ഞാൻ എങ്കോട്ടെ. സന്തോഷമല്ലേ? ഹാപ്പി ക്രിസ്മസ്. കഴിഞ്ഞു, വിഷുവായി. ഇതേതായി മുതല് ഈ നേരെ സന്ധ്യാകുമ്പോ നേരത്ത് ഇയാളെ
എന്റെ ഭാര്യയുടെ ശബ്ദമാണുള്ളത്. അപ്പൊ ഇത് എന്റെ വീടാണല്ലോ. ഞാൻ ഗേറ്റ് അടക്കാൻ പോവാ. ആ ഗേറ്റ് അടയ്ക്കുന്നുണ്ടെങ്കിലേ നീ സാധനത്തിനെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഗേറ്റ് അടച്ചിട്ട് വാ, ബാക്കി ഞാൻ വരുമ്പോ തരാം. അപ്പോ വീട് മാറി. അളിയൻ വന്നത് എന്റെ വീട്ടിലാ. ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. വണ്ടി പഞ്ചറായ? സോറി മൈ ഇത് എന്തേ? അതെ, ഇത് ബ്രദറിന്റെ വീടല്ല, എന്റെ വീടാ. ബ്രദറിന്റെ വീടല്ല, എന്റെ വീടാ സുഹൃത്തെ. അപ്പൊ അല്ല അല്ല ബ്രദറിന്റെ ഞാൻ എന്നെ കൊണ്ടാക്കി ഞാൻ എന്റെ വീടാണ് സമ്മതിച്ച്. ഞാൻ എന്റെ വീട് എനിക്ക് കണ്ടാ എനിക്കറിയാം. ഞാൻ പൊട്ടനല്ല, മനസ്സിലായോ? ഞാൻ എന്റെ വീട്ടിൽ കയറി എന്റെ കുടുംബത്ത് സംസാരിക്കാനാണ് നീ, പിന്നെ എന്റെ വീടല്ല നീ പറയാ. നീ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ എന്റെ വീട് എനിക്കറിയാം കേട്ടോ. നിനക്ക് വെള്ളം അടിച്ചിട്ടുണ്ട്. നീ എന്നെ ആദ്യം ഉപദേശിച്ചപ്പോ ഞാൻ ഓർത്ത് നീ ഭയങ്കര മാന്യായിരിക്കും. നീ കുടുംബം അവന്റെ അമ്മ പിന്നെ അവന്റെ ഇതെല്ലാം നീ എന്നോടാ പറഞ്ഞത്. നീ അന്ന് നീ എന്നെ ഉപദേശിച്ചിട്ട് നീ ഇപ്പൊ പറയണ നിനക്ക് തലതിരിയാടാ പട്ടി. നീ വീട്ടിൽ അതല്ല അമ്മ എന്നെ നീ പഠിപ്പിക്കരുത് കേട്ടോ പ്ലീസ്. ഇതെന്റെ വീടാണ്, എന്റെ വീടാണോ എന്റെ നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുന്നുണ്ടോ? എനിക്ക് വാതിൽ അടയ്ക്കണം. ഞാൻ മഞ്ഞൾ ഇവിടെ ഊള വന്ന് കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാത്രം ആണ് അണ്ണം വരുവാ. പരമനാറി ചെറ്റ എന്തൊരു ഊളയാണ് ഇവള്. ആദ്യമായിട്ട് കണ്ണൂരത്തിനെ വിളിച്ച് അകത്ത് കയറ്റിയിട്ട് അവള് ഡോർ അടച്ച്. സ്വന്തം ഭർത്താവായി ഞാൻ പുറത്ത് വെക്കണം. അനുഭവിക്കൂടി, നീ അനുഭവിക്കും. എനിക്ക് വേണമെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് നാറ്റിക്കാം, പക്ഷെ ഞാനും കൂടി നാറും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യാറ്. പരമചിത്ത് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന എനിക്കത് കിട്ടണം. വെറുതെ കിടന്ന് വയ്യാബലിനെ ഞാനിവിടെ കൊടുത്തു വെച്ചാൽ അനുഭവിക്കൂടി, അനുഭവിക്കും. തലമുറ എന്ത് അനുഭവിക്കും. എന്തൊരു നാട്ട്. ഇത് നിന്റെ വീടാണ്, എന്റെ വീടല്ല. പറഞ്ഞതല്ലേ എന്റെ വീടാണ്, സാറിന്റെ വീടല്ലെന്ന്. എന്റെ വീടല്ല ഇത്. ഇപ്പൊ മനസ്സിലായ? എങ്ങനെ മനസ്സിലായി? എന്റെ ഭാര്യ വാതോരാതെ തെറി പറയുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അടിതാവിക്കിട്ട് ചവിട്ടാറില്ല. ഇത് നിന്റെ വീടാണ്. എന്റെ ദൈവമേ, അയ്യോ.